ഞാൻ ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നെന്താണ് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് ഏറ്റവും വലിയൊരു ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒരു ജീവിതം പുതുതായി തുടങ്ങുന്നത് വെച്ചിട്ടാണെന്ന് അറിയുന്നത്. നമ്മൾ ജന്മത്തിൽ വെച്ചിട്ടല്ല, ഒന്നുമല്ല. പുതുതായൊരു ജീവിതം നമുക്ക് മുന്നോട്ട് പോകാനും നമുക്ക് നമ്മളെ ജീവിതം നിർണ്ണയിക്കാനുമുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ വിവാഹ ജീവിതം. അതിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയാൽ രക്ഷപ്പെട്ടത് തന്നെയാണ്, അതിന് തോറ്റു പോയാൽ പോയത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നേ വരെ ഒരു കാര്യത്തിലും ഞാൻ തോറ്റു പിന്മാറിയിട്ടില്ല, ഒരു കാര്യത്തിലും തോറ്റു പിന്മാറിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് വിവാഹ ജീവിതവും വിജയമായി തന്നെ സംഭവിച്ചു. പക്ഷേ അത് ആദ്യകാലത്ത് ഇല്ലെങ്കിലും പിന്നെ ഞാനത് വിജയത്തോട് നല്ല സ്വതന്ത്രമായിട്ട് ഞാൻ ആസ്വദിച്ച് ജീവിച്ച് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെയൊരു കാലം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് അതിൽ ചെറിയൊരു ഭാഗം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ കാരണം നിങ്ങൾക്കും എൻ്റെ ജീവിതത്തിൽ നിന്നൊരു കാര്യം പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ സമയത്തെല്ലാം ആ സമയത്തെല്ലാം നമ്മളങ്ങനെ ഒന്നും അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു പണ്ടത്തെ ആ ഒരു ജീവിതമല്ലേ നമ്മളാർക്കാം അങ്ങനെ ഒരു വല്ലാതൊരു നാണോ ഒരാളും ഉണ്ടോ ഒരു അങ്ങനെയൊന്നുമില്ല ഒരു ജീവിതമല്ല പണ്ടത്തെ കാലം. ഇന്നത്തെ കാലം പോലെയല്ല. ഇന്നത്തെ കാലമാണെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം അപ്പാടന്നെ എല്ലാവരും മുമ്പിൽ അതും തന്നെ കല്യാണം തീർപ്പെടുത്തിയിട്ട് തന്നെ വരുമ്പോൾ തോന്നുമ്പോൾ വർത്തമാനം പറയുകയും ചെയ്യുന്നു. നമ്മൾ കല്യാണം കഴിഞ്ഞാൽ കുറേ കാലത്തിൽ കൂടി നമുക്ക് മിണ്ടാനും ഒരു പറയാനും എല്ലാതൊരു വിഷമമായിരിക്കും. അങ്ങനെ ആയ കാലം കഴിഞ്ഞ് നമ്മൾ അങ്ങനെയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു പോക്കൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നതാണ്. അടുത്ത പണിയെടുക്കും, അച്ഛനും അമ്മയും നോക്കും, അങ്ങനെയുള്ളൊരു സമയമായിരുന്നു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് പിന്നെ ആരുമില്ല. നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ആരും ഇല്ലാതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് തന്നെ അമ്മ കൂട്ടിക്കൊണ്ടുവരും, എന്നെ കൂട്ടിക്കൊണ്ടുവരും. അതുകൊണ്ട് ഇങ്ങനെ അധികം നിൽക്കുക, അങ്ങ് പോലെ കുറവ് തന്നെയാണ്. പക്ഷേ ഞാൻ എങ്ങനെയായാലും അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അമ്മക്കും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ പണിയും എടുക്കും. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം തന്നെയാണ്, നല്ല സ്നേഹം തന്നെയാണ്. അങ്ങനെ ആയിട്ട് ഞാൻ എനിക്കും ആ കുടുംബത്തോട് നല്ലൊരു ഇഷ്ടപ്പെടുകയും കുടുംബം നല്ലൊരു കുടുംബമാണ്. അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ടൊരു കുടുംബമാണത്. പിന്നെ അമ്മക്കല്ല ഞാനെന്താ കണക്കാക്കുന്നത്, അമ്മേനെയും അച്ഛനെയും സന്തോഷിപ്പിക്കണം. നമ്മൾ പിന്നെ മറ്റുള്ളവരെ എല്ലാവരെയും സന്തോഷിപ്പിക്കണം. ഒരാളെയും നിർത്തി ഇനിയുള്ള പിള്ളേർമാരല്ല, നമ്മളിങ്ങനെ പോക്കുന്നില്ല. അന്നത്തെ കാലം അങ്ങനെയാണ് വിചാരിക്കുക. അതിൻ്റെ പോകുമ്പോൾ അച്ഛനമ്മയും പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. കുടുംബത്തിൽ കളിക്കിട്ട് വരല്ലേ, കുടുംബം കളിക്കല്ലേ എന്നാണ് പറയുക. അതുകൊണ്ട് ആദ്യകാലത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിൽക്കണം, നല്ല സ്വഭാവത്തിൽ നിൽക്കണം, അവിടെ കുശുമ്പുണ്ടാക്കിയിട്ട് അവിടെ കുഴപ്പമുണ്ടാക്കരുത് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ പോകുമ്പോൾ തന്നെ പറഞ്ഞേക്കുക. വീട് തന്നെ പണ്ടത്തെ കാലത്ത് വീട്ടിൽ പോയി അന്ന് പേടി തന്നെയല്ലേ. വീട്ടിലെന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പാട് അവരെ കുട്ടിയും പറഞ്ഞേക്കില്ല. നമ്മൾ എത്രയോ സ്വപ്നങ്ങൾ എഴുതിയിട്ടാണ് നമ്മളൊരു മക്കളെ ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് പോയി വലിച്ചെറിഞ്ഞാൽ വലിയ സങ്കടമല്ലേ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യാതെന്ന് പറയും. ആയിക്കോട്ടെ ഞാനൊന്നും പറയണ്ട. പിന്നെ ഇങ്ങ് വരും പോവും. അങ്ങനെയായി കുട്ടികളായി. പിന്നെ ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ തന്നെയായി. അങ്ങനെയല്ല അങ്ങനെ പോയി. പിന്നെ ആ സമയത്ത് പിന്നെ ഭർത്താവിന് അങ്ങനെ ഒരു പണിയെടുക്കലൊന്നുമില്ല, ഒരു പണിയെടുക്കില്ല. പണിയെല്ലാം എടുക്കാണ്ട് അച്ഛനും അമ്മേനെ കൊണ്ട് ഇങ്ങനെ പോകും. അങ്ങനെയായി ഞാനിങ്ങനെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ നാട്ടിലെത്തി. പിന്നെ എനിക്ക് തോന്നി എൻ്റെ വിവാഹം പരാജയം തോന്നി. ഞാൻ വിചാരിച്ചു ഇനി നമ്മളെന്തായാലും രക്ഷപ്പെട്ടു, മുണ്ടാടുന്ന കാര്യം നടക്കില്ല. നമ്മൾ കുറച്ച് പണിയെടുത്താൽ മാത്രമേ നമുക്ക് ഇതിനൊരു വിജയം കിട്ടുമെന്ന് ഞാൻ കണക്കാക്കി. അടിച്ച് ഞാൻ പിടിച്ചു. നല്ലപോലെ സ്നേഹിക്കാൻ തുടങ്ങി. നല്ലപോലെ ഭർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഭർത്താവിനെ സ്നേഹിച്ച് നല്ലപോലെ അവരെന്ത് ചെയ്യുന്നില്ലെങ്കിലും അതിനെതിരെയായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അവരെ പോകുന്ന വഴിയെ ഉന്തിപ്പോയി അവരെ വഴി തന്നെ നടന്നു. അവരെ വഴി തന്നെ ഒന്നിനും ഒരു എതിർക്കാതെ തരത്തിൽ അവരെ കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നു. നമ്മൾ രണ്ടാളും പിന്നെ എൻ്റെ വഴിയെന്ന് വെച്ചാൽ നല്ലപോലെ എല്ലാ അധ്വാനത്തിനും മുന്നിലും പിന്നിലും ഞങ്ങൾ രണ്ടാളും ഒരുപോലെ നടന്ന് ഒരുപോലെയായി ഞങ്ങൾ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ഓർമ്മിക്കുമ്പോൾ സങ്കടം തോന്നും. പക്ഷെ ഞാൻ വിചാരിച്ചത് ഏറ്റവും ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരാളാണ് ഞാനെന്ന് വിചാരിച്ചത്. അല്ല, ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടിട്ടേ ഇന്നേ വരെ ജീവിതത്തിൽ ഒരു പരാജയപ്പെടുന്ന ചരിത്രം എനിക്കുണ്ടായിട്ടില്ല. എല്ലാ കാര്യത്തിലും ഞാൻ ഇന്നേ വരെ ജയിച്ചു വന്നിട്ടേ ഉള്ളൂ. ജന്മം മുതലേ ഉള്ള കാര്യങ്ങൾ മുഴുവൻ ഓർത്ത് നോക്കിയാൽ ഞാൻ ഒരു ജോലിയായി ഒരു എന്ത് പണിയെടുക്കുന്നുള്ളൂ എല്ലാത്തിലും ഞാൻ മുന്നോട്ട് തന്നെ പോകും.
അതെന്താ വെച്ചാൽ അത് എൻ്റെ എനിക്കൊരു അങ്ങനെ ഒരു കഴിവുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം. എന്ത് അറിയില്ല എന്ന് വെച്ചിട്ട് എന്ത് കാര്യം ഞാൻ ചെയ്താലും അത് മുന്നോട്ട് പോകും, അത് വിജയകരമായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഒരു പണി ചെയ്താൽ എന്തെങ്കിലും ഒരു കൃഷിയായിരുന്നു, ആ കൃഷിയായാലും മുന്നോട്ട് പോയി നല്ല സുഖമായിട്ട് വരും. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഒരു പശു എല്ലാ കാര്യവും എല്ലാ കൃഷി എല്ലാം ഇതും ഞാൻ ചെയ്ത് നോക്കി, എനിക്ക് അറിഞ്ഞിട്ടൊന്നല്ല ഞാൻ ചെയ്തത്, എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതുണ്ടാവും, നല്ല വിജയത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് എനിക്ക് വലിയൊരു ആത്മവിശ്വാസം, എന്ത് ചെയ്താലും ഞാൻ ചെയ്താലും മേലോട്ട് പോകുന്നുള്ള ഒരാത്മവിശ്വാസം കൊണ്ടാണ് ഞാനിങ്ങനെ തുടങ്ങിയത് എല്ലാ കാര്യവും. പക്ഷേ എൻ്റെ ഭർത്താവിനെയും കൂടി ആ തോതിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റി. ഇത്ര കൊല്ലം ഞങ്ങൾ കുറച്ച് കൊല്ലം അങ്ങനെ ഒരു 22 കൊല്ലത്തെ ജീവിതം, ലാസ്റ്റ് ഒരു 22 കൊല്ലത്തെ ജീവിതം ഞങ്ങളുടെ ജീവിതം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം അത് ഓർക്കാൻ കഴിയില്ല. അത് ഓർത്ത് കഴിഞ്ഞാൽ സങ്കടം വരും, അതുകൊണ്ട് ഞാൻ ഓർക്കാറില്ല ഇപ്പോൾ. എന്നുവെച്ചാൽ ഏത് സമയത്തും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം, ഒരു അടുക്കളയിലൊരു വെള്ളം തീപ്പറ്റിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ അപ്പോൾ എനിക്ക് വെള്ളം എടുത്ത് തരും. അതേപോലെ വിറക് അടുക്കളയിൽ വിറക് എടുക്കാൻ ഗ്യാസിൽ വേറെ, ചോറ് വെക്കേണ്ട വിറക് വേറെ, ചോറ് വെക്കേണ്ട പാത്രത്തിൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വിറകെടുത്തിട്ട് ഇടക്കം വെക്കും. അങ്ങനെ എല്ലാ പണിക്കും നമ്മളിപ്പോൾ പശുവിനെ കറന്നാൽ പാല് കൂടിയെ കൊണ്ടുപോകും, പാല് കൂടിയെ കൊണ്ടുപോയി വരുമ്പോഴേക്ക് പശുവിനെ കൊണ്ട് കിട്ടും. പശുവിന് വെള്ളം അടുപ്പത്ത് വെച്ചാൽ വെള്ളം ഞാൻ കറന്നു വരുമ്പോൾ പശുവിന് വെള്ളം വെക്കും, കറന്നു വരുമ്പോഴേക്ക് കുപ്പി വെച്ച് വെക്കും പാലിൻ്റെ കൊണ്ടുപോലെ. പാല് കുപ്പിയിലായിക്കോട്ടെ അത് കൊണ്ടുപോയി പറഞ്ഞപാട് പശുവിനെ കെട്ടി പറഞ്ഞപാട് ചായ കുടിച്ചിട്ടാകും പിന്നെ ബാക്കിയുള്ള പണിയെടുക്കും. പിന്നെ പച്ചക്കറിയാണെങ്കിൽ പച്ചക്കറി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനെല്ലാം മുമ്പിൽ കൂടി എത്തും. അതുകൊണ്ട് എനിക്കെന്ന് വെച്ചാൽ ഞാനൊരു ബുദ്ധിമുട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണുന്നു, നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തൊട്ട് വെള്ളമെടുക്കാൻ കയ്യിലും കെടുക്കാതെ വെച്ചിട്ട് അവിടെ കിടക്കേണ്ട ഗതികേടാണ് എൻ്റെ ഗതികേട്. പക്ഷേ ഞാൻ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു 22 കൊല്ലത്തെ ജീവിതം ഇന്നും ഞാനൊരു ദിവസം ഒരു നേരം ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു സുഖകരമായ ദിവസം ഞാൻ കണ്ടിട്ടില്ല. ആദ്യകാലത്തൊന്നും ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നിനക്കൊരു സുഖം ഉണ്ടാവില്ലാണ്. എൻ്റെ മക്കളെല്ലാം പോകുന്നവരെ മക്കളുള്ളതുകൊണ്ട് അവരെ മക്കൾ പണിയെടുക്കാനും സഹായിക്കാനും അങ്ങനെ ചെയ്തില്ല. മക്കൾ പോയ ശേഷം പിന്നെ മക്കൾ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും. പിന്നെ ഞാനങ്ങനെ പെരുമാറുന്നത് വിദേശം ധൈര്യം വന്നിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ അങ്ങോട്ട് ധൈര്യം കാണിക്കാറില്ല. ആ ഒരു വിഷമമാണ് എനിക്ക് ഇന്നും ഞാനത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മക്കൾ അങ്ങനെ മോശക്കാരൊന്നുമല്ല, നല്ല മക്കളും തന്നെയാണ്. നല്ല സ്നേഹത്തോടെ അങ്ങനെ അച്ഛനെയായാലും നല്ലപോലെ മക്കൾ നോക്കി നല്ലൊരു കാര്യത്തിലെത്തിച്ചു. ചെറു നല്ല വഴിക്ക് പോയി. ഞാനായാലും ഇനിയിപ്പോൾ ആയാലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എനിക്കിന്നിപ്പോൾ ഒരാളെ വിഷമമൊന്നുമില്ല. പക്ഷേ എന്നാലും എനിക്കെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം നേതൃത്വത്തിൽ തന്നെ എനിക്ക് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. മക്കളെ കീഴിൽ നിന്നിട്ട് അങ്ങനെ ജീവിക്കണം എന്നല്ല, അനുസരിക്കാണ്ട് ജീവിക്കണം എന്നല്ല, ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് അധ്വാനിച്ചിട്ട് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ, വേറൊന്നും എനിക്കില്ല. പക്ഷേ ഇങ്ങനൊരു ജീവിതം പിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. എനിക്കതും ദൈവം വേഗം എന്നെ കളഞ്ഞു. എൻ്റെ ഒരു നല്ല ജീവിതം കൂടുതൽ തന്നെ ആസ്വദിക്കാൻ പറ്റില്ല, അത്ര തന്നെ, വേറൊന്നുമില്ല. പക്ഷേ എനിക്കുണ്ടെങ്കിൽ എനിക്കൊരു തണലായിട്ടുണ്ടാവുമായിരുന്നു, അതും ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഞാനങ്ങനെ സന്തോഷത്തോടെ ഭർത്താവിനെ സ്നേഹിച്ചിട്ട് കൊണ്ടുപോകണം. എല്ലാവരും ഇന്നിപ്പം വഴക്കില്ലാതെ വീടില്ല, ഭാര്യയും ഭർത്താവുമായിട്ട് അടി കഴിയാതെ സ്ഥലമില്ല. ഞാൻ എത്രയോ ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വിചാരിച്ചാൽ സ്വന്തം ഭർത്താവിനെ നന്നാക്കാൻ ഒരു ഭാര്യ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ, ബാക്കി ഒരാൾക്കും സാധിക്കില്ല. സ്വന്തം അമ്മമാർക്ക് വരെ സാധിക്കില്ല മക്കളെ നന്നാക്കാൻ. സ്വന്തം ഭർത്താവിനെ നന്നാക്കേണ്ട സ്വന്തം ഭാര്യ മാത്രം വിചാരിച്ചാൽ നന്നാക്കുള്ളൂ. അവർ കുറച്ച് താണ് കൊടുത്ത് ഭാര്യമാരെ കുറച്ച് താണ് കൊടുത്തിട്ട് അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും അവർ നമ്മളെ നേർക്ക് വഴിക്ക് വരും. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം നല്ല സുവർണകരമായി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് നിങ്ങളോട് പറയാനുണ്ട് മക്കളെ. ഞാൻ ഇത് അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് ആരും ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പറയുമ്പോൾ അവരെ പേടിപ്പിച്ചിട്ടോ ജീവിക്കാതെ ഉണ്ടെന്ന് അവരെ സ്നേഹത്തോടെ കൊണ്ടുവന്ന് നമ്മളെ വെല്ലിക്കുള്ളിലാക്കാൻ നോക്കുക. സ്നേഹം കൊടുത്തിട്ട്, മറ്റ് വെറുപ്പ് കൊടുത്തിട്ടല്ല ആക്കണം. വെറുപ്പ് കൊടുത്താൽ ആരും കൂട്ടാക്കില്ല, എത്രയില്ല ഒരു വഴിക്ക് വെച്ചാൽ ഒരു നാഴികേരിൻ്റെ വകയില്ലാത്തവനായാലും പേടിപ്പിച്ചാലും നമ്മൾ കൂട്ടാക്കില്ല. അവർക്ക് അവരുടെ ജീവിതത്തിന് എങ്ങനെ പോയാലും ജീവിക്കാൻ പറ്റുന്നൊരു ധാരണ വരും. പക്ഷേങ്കിൽ നമുക്കങ്ങല്ല, നമുക്കൊരു കുടുംബജീവിതം വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സ്നേഹത്തോടെ പെരുമാറുക. ആ ഭർത്താവ് വരെ സ്നേഹത്തോടെ പെരുമാറി കഴിഞ്ഞാൽ അവരുമായിട്ട് നല്ലൊരു സ്നേഹം കിട്ടും.
പക്ഷെ ആദ്യകാലമെല്ലാം കുറച്ച് വിഷമമുണ്ടാവും നമുക്ക് തിരിച്ചു തരാൻ, അത് തിരിച്ചു തരാൻ കിട്ടൽ കുറയും. പിന്നെ നമ്മളത് തീരെ ഒഴിവാക്കാതെ ഒരിക്കലും വിടാതെ നമ്മൾ പിന്തുടർന്നുകൊണ്ട് നിൽക്കണം. എന്നാൽ നല്ല സ്നേഹത്തോടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ ഒരു തരത്തിലും എങ്ങനെയും ഒരു ഭാര്യ വിചാരിച്ച ഭർത്താവിന് ഒരു തരത്തിലും പിന്നെ എല്ലാം ഒഴിവാക്കി ജീവിക്കാൻ പറ്റും. അത്രയും എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്താ വേണ്ടിച്ചാൽ കുടുംബജീവിതം ജീവിക്കുന്നതിന് സ്വതന്ത്രമായിട്ടും സ്വസ്ഥതയും സ്നേഹത്തോടും കൂടി ജീവിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഖം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ മാനസികമായിട്ട് തളർച്ച വരും. അത് നമ്മളെല്ലാവരും ചിന്തിക്കണം. ഇപ്പോൾ ഓർമ്മിക്കില്ല, ഒരു കണ്ണ് പോയാൽ മാത്രമേ കണ്ണിൻ്റെ വേദന മനസ്സിലാവുള്ളൂ മക്കളെ. കണ്ണിൻ്റെ പ്രധാനം എന്താണെന്ന് മനസ്സിലാവുള്ളൂ, കണ്ണിന് വലിയ തരങ്ങൾ മനസ്സിലാവുള്ളൂ. പക്ഷേ നമ്മളത് ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ല. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പരമാവധി കുറച്ച് താങ്ങ് കൊടുക്കുക. കുറച്ച് നല്ല നിലയിൽ ഒരു കുടുംബജീവിതം നയിക്കാൻ ഒരു പൊണ്ണ് വിചാരിച്ചാൽ എല്ലാ കുടുംബവും നന്നാക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എല്ലാവരും അത് ഓർത്ത് നടക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് ഒത്തിരിയും പറഞ്ഞ് നല്ല ജീവിതം ധന്യമാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സത്യമായിരുന്നു, എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത്. അവിടെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം. ഒരു കുടുംബം അഥവാ എത്ര കുടുംബങ്ങളുടെ വഴക്കടിഞ്ഞ് പിരിയുന്നത് അത് ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും വേറെ വീഡിയോ ആയിട്ട്